കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിട്ടുള്ള ബൽദിയൻ്റെ ബോക്സിൻ്റെ അടുത്ത് കണ്ട കാഴ്ച കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടു തള്ളിപ്പോയി. കാരണം ഇത് വല്ല ബംഗാളികളൊക്കെ ആണ് ആദ്യം കാണുന്നതെങ്കിൽ കംപ്ലീറ്റ് പൊടി പോലും ഇല്ലാണ്ട് പെറുക്കിക്കൊണ്ട് പോകും കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പോൾ എടുക്കാറില്ല. കാരണം കഴിഞ്ഞ മഴയത്ത് ഇതുപോലെ കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവസാനം വെള്ളം കയറിയിട്ട് അതൊക്കെ എടുത്ത് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഐറ്റം ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലിതുപോലെ തന്നെ നല്ല ബേസ്, നല്ല സർഫസൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുള്ള 1-2 പാത്രങ്ങളും കുറച്ച് ഷേപ്പിനൊക്കെ വ്യത്യാസമുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തു. ക്രിയേറ്റീവായിട്ടുള്ള യൂസിന് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് കോട്ട് വൈറ്റ് അടിച്ച് നല്ല രീതിയിൽ ഉണക്കി എടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ് തന്നെയാണ് ഉദ്ദേശം കേട്ടോ. അപ്പോൾ ബേസ് കോട്ട് വൈറ്റ് അടിക്കാൻ യൂസ് ചെയ്തത് ഞാൻ വോളിലൊക്കെ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് തന്നെയാണ്. അതിനുശേഷം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഒരു ഔട്ട്ലൈൻ ഞാൻ ജസ്റ്റ് പെൻസിൽ കൊണ്ട് വരക്കുന്നുണ്ട്. നോർമൽ സീനറി പെയിൻറ്റിംഗ് എന്നൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു സീനറി ആണോ വെച്ചാൽ സീനറിയിൽ തന്നെ കാണുന്ന ഒരു വിഷ്വലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 കിളികൾ ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന പോലത്തെ ഒരു പിക്ചർ, ഒരു ഒരു കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കുന്ന, കാണുമ്പോൾ ഒരു ഹാപ്പി ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പിക്ചറാണ് കേട്ടോ. നമ്മൾ കലണ്ടറിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കാണുന്ന സ്റ്റിക്കറൊക്കെ പോലെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ സീനറി പെയിൻറ്റിങ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രിൻ്റ് എഴുതിയിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ തെർമോക്കോൾസിൻ്റെ ആ ഒരു ഫ്രെയിമിൽ വാങ്ങിക്കാൻ കിട്ടില്ലേ, അമ്മാതിരി ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് പോലെ എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചെയ്താൽ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ളൊരു വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ. അപ്പോൾ അതിന് തന്നെ ഒരു യെല്ലോയിഷ് ഓറഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് കുറച്ചും കൂടി ഒരു ബ്ലൂയിഷ് ഷെയ്ഡല്ലേ, പക്ഷെ ഞാൻ ഇന്ന് കൊടുക്കുന്നത് ഒരു യെല്ലോയിഷ് ഓറഞ്ചാണ്. അപ്പോൾ ആ ഒരു ഓറഞ്ചിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഒരു യെല്ലോയിഷ് ഓറഞ്ച് എടുക്കാനുണ്ടായ കാരണം തന്നെ നമ്മൾ ബേർഡിന് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ കുറച്ച് ലൈറ്റായിട്ടുള്ള കളേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് ആദ്യം കൊടുത്തതിന് ശേഷം റെഡ് കളർ വെച്ചത് ഇതുപോലെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് കിട്ടുന്നുണ്ടോ. അതൊന്ന് നല്ല രീതിയിൽ ലൈറ്റ് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഒരു ബേസ് കോട്ട് തന്നെ കിട്ടും. പിന്നെ ഇതുപോലെയുള്ള പ്ലേറ്റ്, ഞാനിത് ഫൈബറിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. സെറാമിക്കൊക്കെ ആണെങ്കിൽ ബേസ് അടിച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം, നല്ല തിക്കായിട്ടുള്ള വൈറ്റ് കളർ ബേസ് അടിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ചെയ്യാം കേട്ടോ. കാരണം അത്രയും സ്മൂത്ത് ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന വർക്ക് അത്രത്തോളം ഫിനിഷിങ് കിട്ടണമെങ്കിൽ ബേസ് കോട്ട് നല്ല രീതിയിൽ കുറച്ചൊരു റഫായിട്ടുള്ള ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇത് നോർമൽ ഫൈബറിൻ്റെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ബ്ലൂ കളറിലേക്കാണ് കൊണ്ടുവരുന്നത് പക്ഷീനെ. അപ്പോൾ അതിന് തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ കൊടുത്തു. അതിനുശേഷം ഒന്നും കൂടി അതിൻ്റെ മുകളിലൂടെ കൊടുത്തു കേട്ടോ. പ്ലേറ്റാണ് നോർമൽ നമ്മൾ പേപ്പറിലോ ക്യാൻവാസിലോ ചെയ്യുന്ന ആ ഒരു നീറ്റ് റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടിക്കാം. കാരണം നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ നോർമൽ എടുക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് എമൗണ്ട് കൂടുതൽ നമ്മൾ പെയിൻറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ ഒരു ലെയർ കൊടുത്തു. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയർ അതിൻ്റെ മുകളിൽ കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തു. അതിൽ തന്നെ ജസ്റ്റ് ഒരു ഗ്രിപ്പായിട്ടുള്ള കുറേ ലൈൻസൊക്കെ വന്ന പോലത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ടാവും അല്ലേ. അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അറിയാലോ പക്ഷികളുടെ തൂവലിൻ്റെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റാറുണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ നല്ലൊരു റിയലിസ്റ്റിക് ഫീൽ കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കുഞ്ഞു ലൈൻസ് വൈറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതും കൂടി ബ്ലൂ ആയിട്ടൊരു ബ്ലെൻഡ് ഫീൽ ചെയ്യുമ്പോൾ നല്ല കിടുവായിട്ടുള്ള ലുക്ക് തന്നെ കിട്ടുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ താഴത്തേക്കുള്ള ആ ഒരു വാലിൻ്റെ പോർഷനും കൂടി നമ്മൾ ലൈറ്റ് ബ്ലൂ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ലൈറ്റ് ബ്ലൂ കൊടുക്കാനുണ്ടായ കാരണം വൈറ്റും ഡാർക്ക് ബ്ലൂവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആ ഒരു വാലിന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഷെയ്ഡ് ഒരു വൈറ്റ് വെച്ചിട്ട് ഇതുപോലെയും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ആയപ്പോൾ തന്നെ ഏകദേശം ഒരു അട്രാക്റ്റീവായിട്ട്, കാരണം ആ ഒരു ബേസിൽ കുറച്ചും കൂടി കിടുവായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു അടിപൊളി ലുക്ക് കിട്ടിയില്ലേ. അപ്പോൾ അതേപോലെ തന്നെ, കാരണം ഒന്ന് സൈഡ് തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ലുക്കാണ്, മറ്റേത് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ലുക്കാണ്. അപ്പം ബോഡി ഷേപ്പിൽ വരുന്ന ആ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടുതലാണ് ഇപ്പുറത്തെ പക്ഷിക്ക് വേണ്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ വൈറ്റാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ വർക്കിന് നല്ല നീറ്റ് ആൻഡ് ഫിനിഷിങ് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടുള്ള ഒരു പോർഷൻ ഇതുപോലെ നമ്മൾ എടുക്കുക. ആ ഒരു രീതിയിൽ തന്നെ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുക. നല്ല രീതിയിൽ ബ്രഷ് കുറച്ച് വെള്ളം ചേർത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലെൻഡ് ഫീൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഫിനിഷിങ് കിട്ടിക്കോളും. ഇനി എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വൈറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഡാർക്ക് ലൈൻസും ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റ് എനിക്ക്
ഭയങ്കര സന്തോഷം ഫീൽ ചെയ്തൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒട്ടും ഡ്രോയിങ് ഒന്നും പഠിക്കാണ്ട് ചെയ്ത എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അവാർഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. 1-2 പ്രാവശ്യം എനിക്ക് ഇതുപോലെ പേഴ്സണലിയും അല്ലാണ്ടൊക്കെ ആൾക്കാർ എനിക്ക് ഇതുപോലത്തെ കമൻസോ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം ഫീൽ ചെയ്യാറുണ്ടോ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഹാപ്പിനെസ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് എനിക്കിതിലും വലിയ സന്തോഷം വേറെ എന്ത് കിട്ടാനായുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഓപ്പണായിട്ട് എന്നോട് ഈ ഒരു കാര്യം സംസാരിക്കാൻ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും തോന്നിയിട്ടുണ്ടായ ആ ഒരു മനസ്സിനെ ഞാനൊന്ന് സ്നേഹത്തോടെ ഓർക്കുവാണ്. കാരണം എല്ലാവർക്കും അങ്ങനെ സമ്മതിക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു കണ്ണിൻ്റെ ആ ഒരു പോർഷനിൽ ചെറിയൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു വൈറ്റ് വെച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിലെ ഭാഗം കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ചുറ്റുമുള്ള ചെടികളും കാര്യങ്ങളൊന്നും ഫില്ല് ചെയ്തെടുക്കാം. ആദ്യം തന്നെ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ബ്രൗൺ യൂസ് ചെയ്തിട്ടൊരു അതിൻ്റെ ഫില്ലിംഗ് ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു കാലൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ പക്ഷീൻ്റെ കാലും കൂടി അവിടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ബ്ലാക്ക് കളറായതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. ജസ്റ്റ് നമ്മൾ അവിടെ കൂടെ ഒരു ചില്ലിയും കൂടെ കൊടുക്കും. അപ്പോൾ എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ചെയ്ത വർക്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വർക്കാണ്. സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ലീഫും കൂടി നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുമ്പോൾ ഫുള്ളി കളർഫുള്ളായിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ കഴിഞ്ഞതിന് ശേഷം ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോർഷനൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കളർഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ, അതുപോലെ തന്നെ ബ്ലൂ, വൈറ്റ്, ഓറഞ്ച്, റെഡ്, അതുപോലെ തന്നെ യെല്ലോ എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള തീമിലേക്ക് അതിലും കളർഫുള്ളായിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ ചെയ്തെടുത്തു. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഡ്രോയിങ് പഠിച്ചിട്ടാണോ ചെയ്യുന്നത്, പഠിക്കാണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. ഡ്രോയിങ് പഠിച്ച ഒരാളൊന്നുമല്ല, പക്ഷേ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ ഇത്രയൊന്നും എൻ്റെ ഈ ഒരു കഴിവും കാര്യങ്ങളൊന്നും അത്രയൊന്നും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വരക്കും, നോക്കി വരക്കും, റെക്കോർഡൊക്കെ വരക്കും, അല്ലാണ്ട് ഞാനിങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ അതെന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ആ ഒരു സമയത്ത് ഇപ്പോഴും എൻ്റെ വീട്ടുകാർ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എപ്പോൾ ഇതൊക്കെ പുറത്ത് വന്നു എന്നുള്ളൊരു രീതിയിൽ ആലോചിച്ചിട്ട്. പക്ഷെ എല്ലാം ചെയ്യും, നോക്കി വരക്കും, അല്ലാണ്ട് ഇതുപോലത്തെ അഡീഷണൽ ഇതുപോലത്തെ കഴിവൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വിഷമമുള്ളൊരു കാര്യം. ഇടയ്ക്ക് ഞാൻ ചോദിക്കും, എന്താ എനിക്ക് ഇതൊക്കെ എന്നെ പഠിപ്പിച്ചുകൂടായിരുന്നു. പക്ഷേ ഞാനും ഇത്ര വലിയ താല്പര്യത്തോടെ ചെയ്ത ഒരാളല്ല. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ഓരോന്ന് പുറത്തേക്ക് വരാൻ ഒരു സമയമുണ്ടല്ലോ, എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ എൻ്റെ സമയം തെളിഞ്ഞത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. എന്നെ ഒരു 10 ആൾ അറിയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. അത് ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു മേഖലയിൽ എത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇഷ്ടത്തോടെ ചെയ്തൊരു കാര്യമാണ്. ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ സ്നേഹവും എല്ലാം ഇനിയും എനിക്ക് വേണം ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്യാൻ. അതൊക്കെയാണ് എൻ്റെ പ്രചോദനം. അപ്പോൾ എന്തുകൊണ്ട് പഠിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് എനിക്ക് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ളൊരു കഴിവ് ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്നതാണോ? ഒന്നും പഠിച്ചിട്ട് ചെയ്യുന്നതൊന്നല്ല കേട്ടോ. കഴിവെന്തോ ഉള്ളിലുണ്ട്, അതൊക്കെ പുറത്ത് വന്നത് ഇങ്ങനെയാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളിലിതാ ഇതുപോലെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫ്ലവറും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എന്തായാലും ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. ഒരു പ്ലേറ്റ് അല്ലേ, ചുമ്മാ അറബിയൊക്കെ കൊണ്ട് കളഞ്ഞതല്ലേ. നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്താലും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ളൊരു പീസായിട്ട് നമുക്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നല്ല നൈസായിട്ടുള്ളൊരു വർക്കല്ലേ. അപ്പോൾ ഈ ഒരു വർക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സേഫ് ആയിരിക്കുക. സീ യു, ടേക്ക് കെയർ.